അല്ല അവർക്ക് പെയിൻ ഉള്ളിടത്ത് കളിക്കാനാണ് താല്പര്യം കഴിച്ച അവര് വന്ന് ഞാൻ പിന്നെ പറയാം അതായിരിക്കും നല്ലത്. പറഞ്ഞോ കേക്കാം. പുഷ് ചെയ്യുന്ന ടൈമില് നമ്മളിപ്പോ താഴെ നിൽക്കുന്ന റിഡ്ജ് ഉണ്ടോ ഇതിന്റെ താഴേക്ക് മാർക്ക് ഇവിടെ നമ്മൾ കൊണ്ട് ഓൺ ഫുഡ് പിള്ളേരെ ഇറക്കി വിടണം. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ വണ്ടി കൊണ്ടുപോയി അവിടെ കവർ ഇട്ട് ഇമാർക്ക് കൊടുക്കുക. എന്നിട്ട് എല്ലാത്തിനെയും കൂടെ നടത്തി കയറ്റിക്കാം. മനസ്സിലായ കത്തിയാ ഇവിടെ ഇങ്ങനെ ഉണ്ടോ അതേണ്ട ഇങ്ങനെ വല്ല വണ്ടി ഇട്ടിട്ട് മനസ്സിലായ നമ്മൾ പിള്ളേരെ എല്ലാം കൂടെ ഇറക്കി വിട്ടാൽ മതി. ഓക്കെ അമ്മര് ബാങ്കിൽ കൂടെ വരട്ടെ അങ്ങനെ കളിക്കാം. വീഡിയോ ചെയ്യടോ അടിച്ചു കളയും ഇവിടുന്ന് ഈ എല്ലാരും കുത്തട ഇത് മേളുള്ളമാരെ റിഫ്രഷ് എല്ലാരും മേളിൽ തന്നെ കളിക്ക് ഈ യുമാരൊക്കെ പണ്ട് ഒരുമിച്ച് പണ്ടടാ ലെഫ്റ്റ് വരുന്ന യുമാരോ ലെഫ്റ്റ് വിഷയം എവിടെയും തള്ളിയെടുക്കും യുമാരെ എടുക്ക്. ഒരുമിച്ച് കറങ്ങി കയറി മേളിൽ കയറാ ഇക്കറോ ഞാൻ മുകളിലുണ്ട് ഓൾറെഡി. ഒരുമിച്ച് കറങ്ങി കയറി അടിക്കും മേളിൽ കയറി അടിക്കും പിള്ളേർ ഈസി മേളിൽ നിന്ന് അടിക്കും റിഫ്രഷ് ചെയ്ത് അടിക്കും. ഞാൻ താഴെ വീണേ പിങ്ങട് ഉറപ്പേ വെയിറ്റ് നമ്മൾ ഇഷ്ടം പോലെ ആളുണ്ട്. വെയിറ്റ് കൈകൊണ്ട് അടിച്ചു കൊല്ല. വെയിറ്റ് ചില്ലാവ് കഴിഞ്ഞാ തീർന്നാ. നൈസ് കളി ജി പറ അത്രേ ഉള്ളു. നല്ല കളിയുടെ മക്കളെ നല്ല കളി പിള്ളേരെ നല്ല കളി ജി എന്താ കളിയാടാ വിഷയം കളി പിള്ളേരെ വിഷയം കളി ആളില്ലാത്ത ഒരു കളിച്ചല്ലോടാ എന്ത് നല്ല കളി അല്ല നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ വീഡിയോ ചെയ്ത് പറമ്പിൽ ആൾഡൗൺ ആണോ ചോദിക്കും. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അത്രേ ഉള്ളു. നൈസ് കളി നിങ്ങൾ വീഡിയോ ചെയ്യൂ പറ്റൂല കളിക്കാൻ വേണ്ടി. വണ്ടി നിർത്തി ഇറങ്ങാൻ പറയടാ. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമേ കുത്തി ഇത്ര വീഡിയോ മാക്കിനത്തിന്റെ കൂട്ടത്തിലിട്ട് കത്തിച്ചേക്കാം. എന്റെ മാക്കിന് അങ്ങനെ കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇന്ന് രാത്രി വരും ബിസിയില് മൂഡ് ഓഫ് ആയി അതാണ്. എത്ര വെക്കുന്നു മാക്കേ? ക്യാമറമാനെ പറ്റി പറയണേ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ടിഡിഎമ്മിന്റെ അവിടെ വെച്ചിട്ട് ചെറിയൊരു കോണയായി. അത് സാധാരണയായിട്ട് നിങ്ങൾ കൊണയാണോ അടിക്കാറ്? സംസാരിക്കാറില്ല. ഇങ്ങോട്ട് കൊണ്ടടിക്കുമ്പോ തിരിച്ച് അതേപോലെ തന്നെ ആയിരിക്കും. അങ്ങോട്ട് കൊണയാണോ അടിച്ചത് ബ്രോ? അപ്പൊ അങ്ങോട്ടാണോ അടിച്ചത്? ഇങ്ങോട്ട് അടിച്ചപ്പോ അങ്ങോട്ട് അടിച്ചു. ഇങ്ങോട്ട് എന്താ അടിച്ചു? നമ്മുടെ പേരെന്താണ്? ബ്രോ കോലിഡ്രാ. അതെ ഈ മാസ്ക് ഇട്ട ബ്രോയുടെ പേരെന്താ? ഹലോ ബ്രോ, ഇതിൽ ആരൊക്കെയാണ് അർജുനൻ? പേര് പറയാൻ അറിയാം. ആരൊക്കെയാണെന്ന് ഇന്നലെ പറഞ്ഞത് കോഹ്ലി. ഈ പുള്ളിന്റെ പേരെന്താ? അർജുനൻ. നമ്മുടെ പയ്യൻ പഴയ അവസ്ഥയിൽ വന്ന പയ്യൻ.
ആര് രാജിക്കട്ടെ അല്ല സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് എന്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. നമ്മളെന്താ കൊണയടിച്ചെന്ന് ഓർമ്മയില്ല. പറയോ സിറ്റി തിരിച്ച് കൊണയടിക്കാനുള്ള റീസൺ ഒന്നും അറിയോ? അത് പറയാനും അഹങ്കാരാണോ? നമ്മുടെ കൂട്ടത്തിൽ അസ്കാര കണ്ടൊരു പ്ലെയറിനായിട്ടാണ് നമ്മൾ കൊണയത്. കേട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെ നിങ്ങൾ കൊണയാതെന്ന് അറിയില്ല. നമുക്കറിയില്ല. എന്നാ പറവേക്കോ എടാ അത് എന്താ പറഞ്ഞതെന്ന് അറിയോ ബ്രോ? എന്താന്ന് വെച്ചാ എന്തൊരു ഒരാളെ പറ്റി ചോദിച്ചു, അതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ നമ്മളടുത്ത് കൊണച്ച്. ഈ കൊണച്ചു എന്ന് പറയുമ്പം അതൊരു വേർഡ് ഉണ്ടാവുമല്ലോ ബ്രോ. ഇപ്പൊ ഒരു വേർഡ് പറയുമ്പോഴാണല്ലോ അത് നിങ്ങൾക്ക് കൊണയായിട്ട് തോന്നുന്നത്. അത് എന്തായിരുന്നു ചോദിച്ചത്? എന്തായിരുന്നു വേർഡ് നമ്മളങ്ങനെ ഓർത്ത് വെച്ചില്ല ബ്രോ. ഇല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ഇല്യൂഷനിൽ ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചു അത് കൊണയാണ്, അങ്ങനെയാണോ ബ്രോ? ഞാനൊരു ഡൗട്ട് വെച്ചോട്ടോ, നിങ്ങൾ ഇനിഷ്യലും പ്രീവാർ അടിച്ചത് എന്ത് പറ്റി? അങ്ങോട്ട് പറയട്ടെ, നീയൊക്കെ തോറ്റിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ലീഡറിന്റെ അടുത്ത് കൊണ്ടടിച്ചോണ്ടാ, മനസ്സിലായോ? സിറ്റുവേഷൻ ആയില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു സിറ്റുവേഷൻ എന്തിനാന്നാ ചോദിച്ചത്? ഇവൻ എന്തൊരു നിങ്ങൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞ ശേഷം ഇനീഷ്യൽ കഴിഞ്ഞു ഡൗൺ ആയി, പിന്നെ പ്രീ വാർ കഴിഞ്ഞു നമ്മൾ ഡൗൺ ആയി, നമ്മൾ വാർ വിളിക്കാന്ന്. അല്ല നമുക്ക് സിറ്റുവേഷൻ മനസ്സിലായില്ല ബ്രോ, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ സിറ്റുവേഷനിൽ ആരും ഇവിടെ ഇല്ലേ? പറഞ്ഞല്ലോ ബ്രോ, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? നിങ്ങളുടെ മെമ്പേഴ്സിന്റെ പേരും നമ്മൾ നോക്കിയിട്ടില്ല. എന്താണ് കൊണയായത്? അവിടെ വെച്ച് സംസാരിച്ചത് കൊണയായി മാറി. കാരണമുണ്ടല്ലോ, ഏതൊരു മെമ്പറിന്റെ പേര് വെച്ച് നിങ്ങളുടെ മെമ്പർ അങ്ങനെ എന്തൊക്കെ ആരൊക്കെ പേരെന്താ? അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ല, ഇതിപ്പോ ആർക്കും വേണ്ടി എടുത്ത സിറ്റുവേഷൻ ആണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പം വെറുതെ വന്ന് തല്ലുണ്ട്, വെറുതെ വന്നുകൊണ്ട് ഇവന്റെ ഒക്കെ കണ്ണിനകത്ത് ബുള്ളറ്റ് കയറി കണ്ടിട്ട് ഞാൻ പോട്ടടാ ഒന്നും പറയല്ല. അപ്പൊ നിങ്ങൾ പ്രീ വാർ വിളിക്കാന്ന്? എത്ര മിനിറ്റ്? 15 മിനിറ്റാ? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് പറ്റൂല ബ്രോ, 15 മിനിറ്റ് ആണ് മിനിമം. 15 മിനിറ്റ് വേണം ബ്രോ. നമ്മള് വിളിക്കാം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ല നമുക്ക് 10 മിനിറ്റ് പോരാലോ. 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അല്ല ബ്രോ, അങ്ങനെ പറഞ്ഞിട്ട് പോകാനായിട്ട് അല്ല 15 മിനിറ്റ് ആണ് മിനിമം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുമില്ല, 10 മിനിറ്റിനുള്ളിൽ ആൾക്കാരില്ലേ അറിയില്ലെങ്കിൽ പഠിക്കണം. 15 മിനിറ്റിൽ വാർ വിളിക്കും. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പുതിയതാണോ ഇവിടെ? പുതിയതാണോ? തലച്ചോറ് ഊരിപ്പോയി ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, പ്രീ വാറിന് നിങ്ങള് 15 മിനിറ്റ് കൊണ്ട് മിനിമം വിളിക്കണം, മനസ്സിലായി? അത്രേ ഉള്ളൂ. 10 മിനിറ്റിൽ വിളിക്കാം. ഓക്കെ, 10 മിനിറ്റ് വിളിക്കാം. നമ്മളോട് തീരുമാനിക്കട്ടെ. എന്നാ പിന്നെ നിങ്ങളൊന്നും നമ്മൾ വരുന്നതിന് മുന്നേ എയറിനോട് സംസാരിച്ചിട്ട് പൊക്കൂടെ? 10 മിനിറ്റ് വിളിക്കില്ല. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വേണം. 5 മിനിറ്റ് നിങ്ങൾ എടുത്തോ, നമ്മൾ വിളിക്കും. കരഞ്ഞു പോന്ന് നോക്കിയാട്ടെ പിള്ളേര്. ഇങ്ങനെ ചോപ്പ് കളറടാ കൊച്ചോക്കാൻ പറ്റില്ല, അതാണ് കട്ട് പിള്ളേർക്ക് സങ്കടം തോന്നുന്നു. മാതിരി ഓലൊന്നും പറയുന്നില്ല. നമ്മളെമലുണ്ട് നമ്മളെ വണ്ടി ഉണ്ടാ, നമ്മളെ സുൽത്താന ഉണ്ടാ, ചിലതിന് ബ്ലാക്ക് മെൽ ഉണ്ടാവുക, ചിലത് ചോത്ത ഉണ്ടാവുക. എന്താ എന്താടാ പോകുമ്പോ മാത്രം മേക്കയിലൂടെ ഇങ്ങോട്ടുണ്ടല്ലോ ഒരു എലിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാ, അല്ലെ തുപ്പി വിടും. അതിന്റെ ഇടക്ക് കയറിയിട്ട് പാവം
ഇല്ല 15 മിനിറ്റ് കൂടാൻ പാടില്ല എന്നല്ലടാ. 15 മിനിറ്റ് 17 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് TV സിറ്റുവേഷൻ ആയതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. 18 മിനിറ്റ് വേണം, 17.5 മിനിറ്റ്. ഇന്നലെ എന്നോട് ഇതൊക്കെ 15 മിനിറ്റ് എന്നോട് വന്നിട്ട് പറയാടാ എന്റെ പേര് നീ മറക്കൂല, ഞാൻ സംഭവമാണ് 10 മിനിറ്റ് പറ്റുമായിരിക്കും മേ ബി. ഓൾറെഡി വീഡിയോ ഉണ്ടല്ലോ. ഐ തിങ്ക് MRZ കുത്തൂല. കുത്തിയില്ല. അർജുനന്റെ വണ്ടി നല്ലൊരു രീതിയിലൂടെ പിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിഎക്സിന്റെ ഭാഗത്ത് നല്ലൊരു ഫയറിംഗ് ആണ് വരുന്നത്. ഇവിഎക്സിന്റെ ഭാഗത്ത് ഫയറിംഗ് നല്ല സ്കെച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ പിള്ളേര്. നമ്മള് അവര് നന്നായിട്ട് കളിക്കോല, കളിക്കട്ടെ. ഇവിടെ കുത്തിയിരിക്കുന്നു. 2 ഗ്യാങ്ങും അങ്ങോട്ട് കുത്തിയിട്ടുണ്ട്. ഓക്കെ, MRZന്റെ അത്യാവശ്യം പ്ലേയേഴ്സ് ഉള്ള ഒരു 4 പ്ലേയേഴ്സ് ഉള്ള കുത്തിയിട്ടുണ്ട്. വിപ്സി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഈ MRZ ഓക്കെ, സീൻസ് ഒരു പിക്ക്, MRZ സഡ്നസ് ഒരു പിക്ക്, ഇവിഎക്സ് റാഷ്ഫോർഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ബ്രൂസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, വിപ്സിയുടെ രണ്ടാമത്തെ പിക്ക്, ദിഗോഡ് ഒരു പിക്ക്, പിന്നെ ലിബിൻ എരുമയിൽ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സെഡ്നസ് ഡുവറിന്റെ അടുത്തൊരു വിപ്സിയുടെ മൂന്നാമത്തെ പിക്ക്, വിപ്സി 3 പിക്ക് എടുത്തിട്ടുണ്ട്. ദിഗോഡിന്റെ രണ്ടാമത്തെ പിക്ക്, ഓക്കെ, ദിഗോഡിന്റെ രണ്ടാമത്തെ, കൈസോക്കിന്റെ മൂന്നാമത്തെ പിക്ക്, ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലമിന യമാൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ലാമിന യമാൽ ഓക്കെ, ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അടുത്തൊരു പിക്ക്, ഫ്ലിക്സ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇക്രുമോൻ അടുത്തൊരു പിക്ക്, തിറക്കൽ ശ്രീഹരി ഒരു പിക്ക്, ലാമിന യമാലിന്റെ അടുത്തൊരു പിക്ക്, ലാമിന യമാലിന്റെ അടുത്തൊരു പിക്ക്. ഇവിടെ 3v2 സിറ്റുവേഷൻ, 3v2. ഓക്കെ, ഫ്ലഫി ഡൗൺ ആയിട്ടുണ്ട്. ചിറക്കൽ ശ്രീഹരി കൈസോക്ക് മാത്രം, TJ ദിഗോഡും ജിൻടക്കായി മാത്രം ഒരു TV2 അല്ല 2v2 സിറ്റുവേഷൻ. എടാ ഒരാളൊന്ന് ജിയർ അടിച്ചാൽ ഒരാള് ജിയർ അടിച്ച ഒരു 2v2 കിട്ടില്ല. 2v2 സിറ്റുവേഷൻ. ജിൻടക്കായി, ദിഗോഡ് ആൻഡ് കൈസോക്ക് ആൻഡ് ശ്രീഹരിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എടാ ഒരാള് വരുമോ? ജിയർ അടിക്കോ? ഓക്കെ, 2v2 ആണ് കറന്റ് സിറ്റുവേഷൻ ഉള്ളത്. 2v2 അല്ല 3v2. വിഷയം കളിയായിരുന്നു കേട്ടോ, വിഷയം കളി. ആരടിച്ചെടുക്കും? ഒരു 2v2 നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആരടിച്ചെടുക്കും? മുൾമുനയിൽ സോച്ചി വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു ത്രില്ലായോ? റേഡിയോ വിളിക്കണതില്ല. ആരടിച്ചെടുക്കും? 2 ഗാങ്ങിലും നല്ല രീതിക്ക് കില്ലെടുത്തിട്ടുണ്ട്. കൈസോക്ക് അവിടെ 3 കില്ല് വെച്ചിട്ടുണ്ട്, വിപ്സി 3 കില്ലുണ്ട്, പിന്നെ ദിഗോഡ് 2 കില്ല് എടുത്തിട്ടുണ്ട്, ചിറക്കൽ ശ്രീഹരി 2 കില്ല് എടുത്തിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്സി വീണ്ടും വാറിലും പ്രീ വാറിലും 3 കില്ല് വെച്ചിട്ട് വിപ്സി. ഇല്ല അത് കൺഫേം അല്ലേ? ഓക്കെ, MRZ അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറുന്നു. ഓക്കെ, ജിൻടക്കായി വണ്ടി എടുത്ത് മാറുന്നു. ദിഗോഡും ടക്കായുമാണ് വണ്ടി എടുത്ത് മാറുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൈസോക്കു ആൻഡ് ശ്രീഹരി തിരക്കിൽ ഇങ്ങനത്തെ മാറേ മാസ് സീനായിരിക്കില്ലേ?
ടെൻഷനോ ഇരിക്കല്ലോ എനിക്കെന്ത് ടെൻഷൻ ഇതൊക്കെ. ഓക്കെ, അവർ രണ്ടുപേരും ഒറ്റൊരു വണ്ടിയിൽ കളിച്ചത്. അത് ഇത്തിരി നല്ലൊരു ടാക്ടിക്കൽ മൂവാണ്. പക്ഷേ ഇതിലൊരു സംഭവം ഉണ്ട്. ഒരാളെ കുത്തി അടിക്കാൻ വേണ്ടി രണ്ടുപേർ ഇറങ്ങുന്ന സമയത്ത് മറ്റാൾക്ക് ബാക്കി വന്ന് കുത്തി അടിക്കാം. പക്ഷെ അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ആ ഒരു അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ഈ ഒരു ഇതിൽ MRZ ആ ഒരു ട്രൈ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരാളെ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി അടിക്കൽ ട്രൈ ചെയ്യുന്നുണ്ടാവുക. 2v2 ആണ്. 2v2. അതെ 2v2. ടെൻഷനൊന്നുമില്ല. ഏന്നൊക്കെ ചർക്കിൽ ശ്രീഹരി. ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും കൂടിയിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. എന്റെ മോനെ ജിൻടക്കായി. ശ്രീഹരിയും കൈസോക്കും നല്ല കളി. നന്നായി കളിച്ചു കൈസ്. അവര് നന്നായി കളിച്ചു. നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ പോയി. പോട്ടെ. നല്ല കളി. ഇല്ല ക്ലിയർ സെറ്റ് അടിക്കും. എന്നിട്ട് അൺവാൺ സെറ്റ് എടുത്തിട്ട് അടിച്ചാൽ മതി. സിനിമ ഗൈസ്. ഇറ്റ് വാസ് എടാ പ്രീ വാറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാറായി മാറി. കിട്ടിലം വാറ്. സീരിയസ്ലി ഗൈസ്, ലിറ്ററലി ഒരു കിട്ടിലം വാർ ഇത്. ഓ മൈ ഗോഡ്. രണ്ട് ഗാങ്ങ് കിട്ടില്ല. എടാ ചിറക്കൽ ശ്രീഹരി ബാൻ അടിച്ചേ. പ്രണവുണ്ടേ കേറുവാ. നമ്മള് ജിജി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻഡ് ചെയ്ത് ചിറക്കൽ അർജുനൻ. അങ്ങനെയാണെങ്കിൽ അഡ്മിനെ വിളിച്ചു പറ. നിൽക്കുന്ന ഒരാളെ അപ്പൊ കൂൾ ഡൗൺ ഇട്ടില്ലേ? അതാ എനിക്ക് അല്ല കൂൾ ഡൗൺ ഒക്കെ ഇട്ടു ബ്രോ. നിങ്ങളുടെ ടീം തന്നെ ജിജി പറഞ്ഞു ബ്രോ. ജിജി അറിയാൻ പറ്റൂലേ അപ്പൊ? നിങ്ങളുടെ ടീം തന്നെ ഷെയ്ക്ക്. ജിജി ഇടാൻ പറ്റൂല. ഷെയ്ക്ക് ജിജി ഇട്ടായിരുന്ന ഓൾ ഡൗൺ ആയി. പ്രണവ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതാരും പറഞ്ഞില്ലല്ലോ. നമ്മള് 2v2 നമ്മള് പറഞ്ഞില്ല. അത് ശരി. പോടാ. നിങ്ങൾ എന്തിനാ ഇന്ന ഇതാക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 2v2 എന്ന് പറഞ്ഞാൽ പ്രണവുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതാരാ ലാസ്റ്റ് വന്ന് പറഞ്ഞതാരാ? ഭാഷേ അഡ്മിൻ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാരും വിചാരിച്ചു ഓൾ ഡൗൺ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു ബ്രോ? ഓൾ ഡൗൺ ഓൾറെഡി ഷെയ്ക്ക് നിങ്ങളുടെ ജിജി ഇട്ടതാ. നിങ്ങൾ ഓൾറെഡി ഷെയ്ക്ക് തന്നെ ജിജി ഇട്ട്. അല്ല അവര് നന്നായി കളി കിട്ടിയ പോട്ട് മയില്